ചങ്ങായിമാരെ നമുക്കപ്പോ ഇന്ന് ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാം ചങ്ങായിമാരെ നേരെ നമുക്കപ്പോ വർക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതേപോലത്തെ അലുമിനിയം ഫോയിലാണ് വേണ്ടത്. പിന്നെ ഇങ്ങനെ അലുമിനിയം ഫോയിലിന് കട്ട് ചെയ്യുകയാണ് വേണ്ടത്. കല്ലിടണം ഗൈസ്. അങ്ങനെ കല്ലുകളൊക്കെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ കുറെ എണ്ണം. അപ്പൊ നമ്മളപ്പോ ഇത്രയൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നേരെ നമുക്ക് രണ്ട് ഐറ്റമാണ് ഗൈസ് വേണ്ടത്. ഒന്നത് ഇതാണ് ഗൈസ്. ഇത് സാധാരണയായി ബേജനൊക്കെ കഥാൻ ഡ്രൈനേജ് ക്ലീനർ ആണ് ഗൈസ്. ഇത് നമുക്ക് സാധാ കെമിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഗൈസ്. ഇതാരും തന്നെ ഇതിന് കൈ കൊണ്ട് തൊടുകയോ ചെയ്യുകയോ വേണ്ട ഗൈസ്. കാരണം ഇത് കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുക്കാൻ പാടില്ല ഗൈസ്. കാരണം ഇതിൻ്റെ അകത്ത് ഫുൾ ഓഫ് കെമിക്കലാണ് ഗൈസ്. നമുക്ക് ഇനി വാട്ടർ വേണം, പിന്നെ സോഡ കുപ്പി വേണം ഗൈസ്. അത്ര തന്നെയാണ് ചങ്ങായിമാരെ. അപ്പൊ നമുക്ക് നേരെ നമ്മളിനി സോഡ കുപ്പിയുമായി വരാൻ പോകുന്നു ഗൈസ്. ചങ്ങായിമാരെ അപ്പൊ നേരെ നമുക്ക് ഷോപ്പിലേക്ക് വിട്ടാലോ ചങ്ങായിമാരെ. ഞാൻ ഇന്ന് സിക്കല്ലാണ് ചങ്ങായിമാരെ പോകുന്നത്. ചങ്ങായിമാരെ ഇപ്പൊ നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മുടെ ഗ്ലാസ് ആണ് ചങ്ങായിമാരെ. ഇത് വെച്ചിട്ടാണ് ചങ്ങായിമാരെ നേരെ പണി തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഇന്ന് പണി നടക്കുന്നുണ്ട് ചങ്ങായിമാരെ. ഇത് പെയിന്റിങ്ങിന്റെ പണിയാണ് ചങ്ങായിമാരെ. ഇത് സ്കഫോൾട്ടാണ് ചങ്ങായിമാരെ. എവറി വർക്ക് ഷുഡ് നീഡ് സേഫ്റ്റി മസ്റ്റ്. സേഫ്റ്റി മസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ വർക്കിലേക്ക് കിടക്കുകയാണ് ഗായ്സ്. ഇനി നമുക്കിതിൽ വെള്ളം ഇത്ര അളവിലേക്ക് നമുക്ക് ഫില്ലാക്കേണ്ടതായി ഉണ്ട് ഗായ്സ്. ചങ്ങായിമാരെ നമ്മപ്പോൾ നേരെ ടാപ്പ് തുറന്ന് ഫില്ലാക്കാൻ പോകുന്നു ചങ്ങായിമാരെ. നമുക്ക് ഇത്രയൊന്നും നമുക്ക് വേണ്ട ചങ്ങായിമാരെ. അപ്പൊ നമുക്ക് കുറച്ച് കളയാനുണ്ട്. ഇത്ര മതി ചങ്ങായിമാരെ. നമുക്ക് വേണ്ടത് ബലൂണും കുപ്പി ഗ്ലാസും വെള്ളവും പിന്നെ ഇതുമാണ് ചങ്ങായിമാരെ. ബലൂണാണ് ചങ്ങായിമാരെ. പിന്നെ ഹൈഡ്രോജൻ ആണ് ചങ്ങായിമാരെ. ഇതപ്പോ വീട്ടിനകത്ത് വെച്ച് ചെയ്യാൻ പാടില്ല. എന്നാലും തീ പിടിച്ച ഇത് ഗ്യാസാണ്, നേരെ കത്തും. അതുകൊണ്ട് ഞാൻ വീട്ടിലെ ബാൽക്കണിയിൽ പോയി ആക്കാൻ പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഗ്ലൗസ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ആ കെമിക്കൽ തുടങ്ങുന്നത്. അപ്പോൾ നേരെ ധരിക്കാൻ പോകുന്നു. പിന്നെ നേരെ ഞാൻ എക്സ്പെരിമെന്റിലേക്ക് കിടക്കുന്നു. ആദ്യം നമുക്ക് മുപ്പാട്ട് ചൊട്ടി വെച്ച അലുമിനിയം ഫോയിൽ ഒന്നൊന്നായി ഇതിൻ്റെ അകത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. അപ്പോൾ അതൊക്കെ ഇട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഗൈസ്. ഇനി നമുക്ക് നേരെ ആ പൗഡർ എടുത്ത് ഇതിലേക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് ബലൂണിലേക്ക് ഇട്ട് ഇടാം. ഞാനിപ്പോൾ രണ്ട് ടൈപ്പിലാക്കി കാണിക്കുന്നുണ്ട് ഗൈസ്. അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. ഇതിലേക്ക് ഇട്ടും ആക്കാം, നേരെ ബലൂണിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്നും ഇതിലേക്ക് ഇട്ടും ആക്കാം. അപ്പം ഞാൻ ഇങ്ങനെയും നമുക്ക് ഇടാം. അതായത് ഹൈഡ്രോജൻ ഓൺ ദി സ്പോട്ടിലാണ് കിട്ടുന്നത്, ഹൈ സ്പീഡിൽ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നേരെ ബലൂണിലേക്ക് ഇട്ട് അത് മുഖേനയാണ് ഞാൻ ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഞാൻ കുറച്ചും ഇങ്ങനെ ഈ പൗഡർ ഇങ്ങനെ ഇട്ട് ചങ്ങായിമാരെ. അപ്പോൾ ഹൈഡ്രോജൻ ഫുള്ളായിക്കൊണ്ടുണ്ട് ചങ്ങായിമാരെ. ഇനി ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റിൻ്റെ കാത്തിരിപ്പ് കൊണ്ട് ഇത് ഫുള്ളായി കിട്ടും ചങ്ങായിമാരെ. അപ്പൊ നമുക്ക് ആഫ്റ്റർ 2 മിനിറ്റ്സ് ദിസ് വീർത്ത് വന്നിരിക്കുന്നു ബലൂൺ. അപ്പോൾ നമുക്ക് നേരെ ഇതിലൊന്ന് കെട്ടി പങ്ങാക്കി എടുക്കാം. ചങ്ങായിമാരെ ഞാൻ അപ്പ ഇതിനെ പാർപ്പിക്കാൻ പോകുന്നു ചങ്ങായിമാരെ. ഓക്കെ. ആഹാ, ഇതാ റീലിന്റെ വെയിറ്റിലായിരുന്നു അങ്ങ് പറഞ്ഞ അടുത്തേന്. നീ വിട്ടേക്കാം.